പ്രിയ നിറഞ്ഞവരെ, ബൈബിൾ പഠന പാരായണത്തിൻ്റെ 82-ാം ദിനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ജോഷുവയുടെ പുസ്തകം 5, 6, 7 അധ്യായങ്ങളും 125-ാം സങ്കീർത്തനവുമാണ് നമ്മൾ ഇന്നേ ദിവസം വിചിന്തനത്തിനായി എടുക്കുന്നത്. ഇസ്രായേൽ ജനത ഗിൽഗാലിൽ എത്തിച്ചേരുന്നത് വിവരിക്കുന്നതാണ് ജോഷുവയുടെ പുസ്തകം 5-ാം അധ്യായം. ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി കർത്താവ് ജോർദാൻ നദി വറ്റിച്ചു കളഞ്ഞെന്ന് കേട്ടപ്പോൾ കാനാൻ ദേശത്ത് ചുറ്റുമുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരും കർത്താവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ട് ഭയപ്പെട്ടു. കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ജോഷുവ ഒരു കൽക്കത്തി ഉണ്ടാക്കി എല്ലാ പുരുഷന്മാരെയും പരിച്ഛേദനം ചെയ്തു. യാത്രാമധ്യേ പരിച്ഛേദനം നടത്തിയിരുന്നില്ല. പക്ഷേ 40 വർഷക്കാലം മരുഭൂമിയിൽ ചുറ്റിത്തിരിഞ്ഞതുകൊണ്ട് കർത്താവിൻ്റെ വാക്ക് കേൾക്കാത്തവരെല്ലാം തന്നെ മരിച്ചുപോയി. അവരുടെ മക്കളെയാണ് ജോഷുവ പരിച്ഛേദനം ചെയ്തത്. പ്രിയ നിറഞ്ഞവരെ, ഈ വചനഭാഗത്തിലൂടെ തമ്പുരാൻ നമുക്ക് നൽകുന്ന മനോഹരമായ സന്ദേശം, കർത്താവിൻ്റെ വാക്ക് കേൾക്കാതെ അവിടത്തേക്കെതിരായി പിറുപിറുക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്ത ആ ജനം മുഴുവൻ അവരുടെ ആ യാത്രയിൽ മരണമടയുകയാണ്. എങ്കിലും കർത്താവ് തൻ്റെ വാഗ്ദാനം പാലിക്കുന്നത് ആ വാഗ്ദത്ത ദേശം അവരുടെ മക്കൾക്ക് നൽകിക്കൊണ്ടാണ്. കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. പലപ്പോഴും നമ്മളാണ് കർത്താവിൻ്റെ ആ വാക്കുകൾ അനുസരിച്ച് പ്രവർത്തിക്കാതെ അവിശ്വസ്തമായി പെരുമാറുന്നത്. അവിശ്വസ്തമായി പെരുമാറുമ്പോൾ, കർത്താവിൻ്റെ വാക്കുകളെ ധിക്കരിക്കുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നൊരു സൂചന ഈ വചനഭാഗം നമുക്ക് നൽകുന്നുണ്ട്. ജോഷുവ പരിച്ഛേദനം നടത്തുന്നതിൻ്റെ കാരണമായി വചനം വിവരിക്കുന്ന ഇപ്രകാരമാണ്: ഈജിപ്തിൽ അടിമത്തത്തിലായിരുന്നതിൻ്റെ അപകീർത്തിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ജോഷുവ ഈ പരിച്ഛേദനം നടത്തുന്നത്. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും പൂർണ്ണമായി മോചിപ്പിക്കപ്പെട്ടതിൻ്റെ അടയാളമാണ് പരിച്ഛേദനമെങ്കിൽ, പുതിയ ഇസ്രായേലായ സഭയെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും പൂർണ്ണമായും മോചിപ്പിക്കുന്നതിൻ്റെ അടയാളമാണ് മാമോദീസ എന്ന കൂദാശ. മാമോദീസായുടെ ഫലങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ രക്ഷിക്കപ്പെട്ട നമ്മൾ ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ മാമോദീസ എന്ന കൂദാശയിൽ പങ്കുചേരുകയും മരണത്തിൽ പങ്കുചേർന്ന് പൂർണ്ണമായും പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിക്കപ്പെട്ട് ഇതാ നമ്മൾ ക്രിസ്തുവിൽ ഒരു വിശുദ്ധ ജനമായി തീരുന്നതിൻ്റെ അടയാളം കൂടിയാണ് മാമോദീസ എന്ന കൂദാശ. ഇസ്രായേൽ ജനം ഗിൽഗാലിൽ താമസിച്ച് പെസഹ ആഘോഷിക്കുന്നു. പെസഹ ആഘോഷിച്ച് പിറ്റേന്ന് മുതൽ മന്ന വർഷിക്കാതായി കാനാൻ ദേശത്തുള്ള ഫലങ്ങൾ ഭക്ഷിച്ച് അവർ ഉപജീവനം നടത്താൻ തുടങ്ങി. തുടർന്ന് ജെറിക്കോയെ സമീപിക്കുന്ന സമയത്ത് ജോഷുവ കർത്താവിൻ്റെ സൈന്യാധിപനെ കണ്ടുമുട്ടുകയാണ്. സൈന്യാധിപൻ ജോഷുവോട് പറയുന്നു, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, നിൻ്റെ പാദരക്ഷകൾ അഴിച്ചു മാറ്റുക. പ്രിയ നിറഞ്ഞവരെ, നമ്മൾ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പൊക്കെ പാദരക്ഷകൾ അഴിച്ചു മാറ്റുന്നതിൻ്റെ പുറകിലെ ഒരു ദൈവശാസ്ത്രം ഇതാണ്: കർത്താവിൻ്റെ സാന്നിധ്യമുള്ളിടം പരിശുദ്ധിയുള്ളതാണ്. പരിശുദ്ധമായ ഇടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ബഹുമാന സൂചകമായി നമ്മുടെ ചെരുപ്പ് അഴിച്ചു മാറ്റുവാനായിട്ട് നമ്മൾ മാറ്റും. ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ബഹുമാന സൂചകമായി നമ്മൾ നമ്മുടെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റുന്നു. അപ്പോൾ പരിശുദ്ധിയിലേക്ക് കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ്. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും പരിശുദ്ധിയിലൂടെ വിശുദ്ധിയുടെ ഒരു ജീവിതം നയിക്കാൻ കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ജെറിക്കോയുടെ പതനത്തെക്കുറിച്ച് വിവരിക്കുന്നു. കർത്താവ് നിർദ്ദേശിച്ചതുപോലെ ജോഷുവ കൽപ്പിച്ചു.
7 പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള കാഹളം മുഴക്കിക്കൊണ്ട് വാഗ്ദാന പേടകത്തിന് മുമ്പിൽ നടന്നു. അവരുടെ മുമ്പിലായി ആയുധധാരികളായിട്ടുള്ളവരും വാഗ്ദാന പേടകത്തിന് പുറകിലായി മറ്റുള്ളവരും ജെറീക്കോ പട്ടണത്തെ വലം വെച്ചു. 6 ദിവസം ഇപ്രകാരം ചെയ്തു. 7-ാം ദിവസം വലം വെച്ച് 7 തവണ വലം വെച്ചതിന് ശേഷം ജോഷുവ ജനത്തോട് ആജ്ഞാപിച്ചു, ആർത്തട്ടഹസിക്കുവിൻ, ഇതാ ഈ പട്ടണം കർത്താവ് നിങ്ങൾക്കായി നൽകുന്നു. ജോഷുവ കൽപ്പിച്ചതുപോലെ ജനം ആർത്തട്ടഹസിച്ചപ്പോൾ ജെറീക്കോ പട്ടണത്തിൻ്റെ മതിൽ ഇടിഞ്ഞു വീണു. ആയുധധാരികൾ ജെറീക്കോ പട്ടണത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് അവിടെ ഉണ്ടായിരുന്നവരെയെല്ലാം നിശേഷം നശിപ്പിച്ച് പട്ടണത്തെ കൈയടക്കി. നിറഞ്ഞവരെ, ഈ വചനഭാഗത്തിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന സന്ദേശം, കർത്താവിൻ്റെ സാന്നിധ്യവുമായി കർത്താവിന് ഹല്ലേലൂയ സ്തുതികൾ ആലപിച്ചുകൊണ്ട് പാടി പുകഴ്ത്തി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ തിന്മയുടെ എല്ലാ ബന്ധനങ്ങളും തകർന്നു വീഴുന്നു. ജെറീക്കോ പട്ടണത്തിൻ്റെ മതിൽ തകർന്നു വീണതുപോലെ കർത്താവിന് സ്തുതികൾ ആലപിച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ജീവിതത്തെ നയിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ തിന്മയുടെ ബന്ധനങ്ങളെല്ലാം തകർന്നു വീഴുന്നത്. ജെറീക്കോ പട്ടണത്തിലെ സകലതും നശിപ്പിച്ചപ്പോൾ ഒരു കുടുംബത്തെ മാത്രം ജോഷുവ സംരക്ഷിച്ചു. ജെറീക്കോ പട്ടണം രഹസ്യമായി നിരീക്ഷിക്കാൻ പറഞ്ഞയച്ച ദൂതന്മാരെ സംരക്ഷിച്ച റാഹാബിനെയും അവളുടെ പിതൃഭവനത്തെയും വസ്തുവകകളെയും എല്ലാം ജോഷുവ സംരക്ഷിക്കുന്നത് വചനം നമ്മൾ വായിക്കുന്നു. പറഞ്ഞ വാക്ക് പാലിക്കുന്ന ജോഷുവ വാഗ്ദാനം ചെയ്യുമ്പോൾ ആ വാഗ്ദാനത്തോട് വിശ്വസ്തത പാലിക്കണമെന്ന് ഈ വചനഭാഗങ്ങൾ നമുക്ക് സന്ദേശമായി നമ്മോട് പറയുന്നു. ജോഷിയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ ആഖാൻ്റെ പാപം വിവരിക്കുന്നു. ജെറീക്കോ പട്ടണത്തെ നശിപ്പിച്ചപ്പോൾ യൂദാ ഗോത്രത്തിൽപ്പെട്ട ആഖാൻ കർത്താവിൻ്റെ കൽപ്പനയ്ക്ക് വിപരീതമായി നിഷിദ്ധമായ വസ്തുക്കളെടുത്ത് സ്വന്തം കൂടാരത്തിൽ കുഴിച്ചു വെച്ചു. ആഖാൻ്റെ ഈ പാപനിമിത്തം ആയി പട്ടണ നിവാസികളോട് യുദ്ധം ചെയ്യാൻ ഇസ്രായേൽ ജനത പോയപ്പോൾ 36 പേർ മരണമടഞ്ഞു. ആ നിവാസികളോട് പരിപൂർണമായും ഇസ്രായേൽ ജനത തോറ്റു പിന്മാറി. പ്രിയ നിറഞ്ഞവരെ, സമൂഹത്തിലെ ഒരുവൻ്റെ പാപം നിമിത്തം ഒരു സമൂഹം മുഴുവൻ യുദ്ധത്തിൽ പരാജയപ്പെടുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. കർത്താവിൻ്റെ കൽപ്പനയ്ക്കെതിരെ ധിക്കാരമായി പ്രവർത്തിച്ചതിൻ്റെ പരിണത ഫലമായിരുന്നത്. ജോഷയും ഗോത്രതലവന്മാരും ഉപവസിച്ച് പ്രാർത്ഥിച്ച് തലയിൽ പൊടി വിതറി അവർ സായാഹ്നം വരെ വാഗ്ദാന പേടകത്തിന് മുമ്പിൽ സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ആഖാൻ്റെ പാപം വെളിപ്പെടുത്തി കൊടുത്തു. ആഘോർ താഴ്വരയിൽ ആഖാനെയും കുടുംബത്തെയും വസ്തുവകളെയും ഒക്കെ അഗ്നിക്കരയാക്കി. അങ്ങനെ ആ തിന്മയുടെ കണിക ഇവിടെ സമൂഹത്തിൽ നിന്നും അവർ തുടച്ചു മാറ്റി. പ്രിയ നിറഞ്ഞവരെ, ഒരുവൻ്റെ പാപം സമൂഹത്തിൻ്റെ മേൽ വരുത്തുന്ന പരാജയവും ഒരുവൻ്റെ പാപത്തിൻ്റെ പരിണതഫലം അവൻ്റെ കുടുംബം മുഴുവൻ അനുഭവിക്കുന്നതിൻ്റെ അവസ്ഥയുമാണ് ഈ വചനഭാഗത്ത് നമ്മൾ കാണുന്നത്. ഈ വചനഭാഗത്തിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന സന്ദേശം, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള ആഘോറിൻ്റെ താഴ്വരകളുണ്ടാകാം. നമ്മുടെ പാപത്തിൻ്റെയും നിരാശയുടെയും അസ്വസ്ഥതകളുടെയും ബുദ്ധിമുട്ടുകളുടെയൊക്കെ താഴ്വരകളെ കർത്താവിനോട് പ്രാർത്ഥിച്ച് അതൊരു പ്രതീക്ഷയുടെ, സമാധാനത്തിൻ്റെ, സ്വസ്ഥതയുടെ കവാടമാക്കി മാറ്റാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. എന്നെ രൂപാന്തരപ്പെടുത്തണമേ, പൂർണ്ണമായി സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മെ രൂപാന്തരപ്പെടുത്തും. 125-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നു,
നല്ലവർക്കും ഹൃദയ പരമാർത്ഥതയുള്ളവർക്കും കർത്താവേ നിൻ്റെ കൃപ നൽകണമേ എന്ന്. കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. കർത്താവ് ജനത്തിൻ്റെ കോട്ടയായി അവരെ സംരക്ഷിക്കുന്നു. അങ്ങനെ ഇസ്രായേലിൽ സമാധാനം ഉണ്ടാകുന്നു. ഈ സങ്കീർത്തനത്തിലൂടെ കർത്താവിനെ പൂർണ്ണമായി ആശ്രയിക്കുക, ഹൃദയപരമാർത്ഥതയോടെ ജീവിക്കുകയും ചെയ്യുമ്പോൾ കർത്താവിൽ നിന്ന് കൃപയും നന്മയും സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കും. മാത്രമല്ല കർത്താവ് ഒരു കോട്ടയായി നമ്മെ സംരക്ഷിച്ച് നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും പൂർണ്ണമായൊരു സമാധാനത്തിലേക്ക് നയിക്കും എന്ന് ഈ സങ്കീർത്തന വാക്യങ്ങൾ നമുക്ക് വലിയ പ്രത്യാശ പകരുന്നു. അധ്യായം 5. ഇസ്രായേൽ ജനത്തിന് അക്കരെ കടക്കാൻ വേണ്ടി കർത്താവ് ജോർദാനിലെ ജലം വറ്റിച്ചു കളഞ്ഞെന്ന് കേട്ടപ്പോൾ അതിൻ്റെ പടിഞ്ഞാറേ കരയിലുള്ള അമോര്യ രാജാക്കന്മാരും സമുദ്രതീരത്തുള്ള കാനാന്യ രാജാക്കന്മാരും അവരെ ഭയപ്പെട്ട് ചഞ്ചലചിത്തരായി. അപ്പോൾ കർത്താവ് ജോഷുവയോട് കൽപ്പിച്ചു, കൽക്കത്തിയുണ്ടാക്കി ഇസ്രായേൽ ജനത്തെ പരിച്ഛേദനം ചെയ്യുക. ജോഷുവ ഗിബെയാത്ത് ഹാരലോത്തിൽ കൽക്കത്തി കൊണ്ട് ഇസ്രായേൽ മക്കളെ പരിച്ഛേദനം ചെയ്തു. അവരെ പരിച്ഛേദനം ചെയ്യാൻ കാരണമിതാണ്: ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ യുദ്ധം ചെയ്യാൻ പ്രായമായിരുന്ന പുരുഷന്മാർ മരുഭൂമിയിലൂടെയുള്ള യാത്രക്കിടയിൽ മരിച്ചുപോയി. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടവരെല്ലാം പരിച്ഛേദിതരായിരുന്നെങ്കിലും യാത്രാമധ്യേ ജനിച്ചവർ പരിച്ഛേദിതരായിരുന്നില്ല. ഇസ്രായേൽ ജനം 40 സംവത്സരം മരുഭൂമിയിലൂടെ നടന്നു. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട യുദ്ധം ചെയ്യാൻ പ്രായമായ പുരുഷന്മാരെല്ലാം കർത്താവിൻ്റെ വാക്ക് കേൾക്കാഞ്ഞതുകൊണ്ട് മരിച്ചുപോയി. അവർക്ക് നൽകുമെന്ന് പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത തേനും പാലും ഒഴുകുന്ന ദേശം അവരെ കാണിക്കുകയില്ലെന്ന് കർത്താവ് ശപഥം ചെയ്തിരുന്നു. അവർക്ക് പകരം അവകാശികളായി ഉയർത്തിയ മക്കളെയാണ് ജോഷുവ പരിച്ഛേദനം ചെയ്യിച്ചത്. യാത്രാമധ്യേ പരിച്ഛേദന കർമ്മം നടന്നിരുന്നില്ല. പരിച്ഛേദനം കഴിഞ്ഞവർ സൗഖ്യം പ്രാപിക്കുന്നതുവരെ അവർ പാളയത്തിൽ തന്നെ താമസിച്ചു. അപ്പോൾ കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, ഈജിപ്തിന്റെ അപകീർത്തി ഇന്ന് നിങ്ങളിൽ നിന്ന് ഞാൻ നീക്കിക്കളഞ്ഞിരിക്കുന്നു. അതിനാൽ ആ സ്ഥലം ഗിൽഗാൽ എന്ന് ഇപ്പോഴും അറിയപ്പെടുന്നു. ഇസ്രായേൽ ജനം ജെറീക്കോ സമതലത്തിലെ ഗിൽഗാലിൽ താവളമടിച്ചു. ആ മാസം 14-ാം ദിവസം വൈകുന്നേരം അവർ അവിടെ പെസഹ ആഘോഷിച്ചു. പിറ്റേ ദിവസം അവർ ആ ദേശത്തെ വിളവിൽ നിന്നുണ്ടാക്കിയ പുളിപ്പില്ലാത്ത അപ്പവും വറുത്ത ഗോതമ്പും ഭക്ഷിച്ചു. പിറ്റേന്ന് മുതൽ മന്ന വർഷിക്കാതായി. ഇസ്രായേൽ ജനത്തിന് പിന്നീട് മന്ന ലഭിച്ചില്ല. അവർ ആ വർഷം മുതൽ കാനാൻ ദേശത്തെ ഫലങ്ങൾ കൊണ്ട് ഉപജീവനം നടത്തി. ജെറീക്കോയെ സമീപിച്ചപ്പോൾ ജോഷുവ കണ്ണുകൾ ഉയർത്തി നോക്കി. അപ്പോൾ കയ്യിൽ ഊരിയ വാളുമായി അതാ ഒരു മനുഷ്യൻ. ജോഷുവ അവന്റെ അടുത്ത് ചെന്നു, നീ ഞങ്ങളുടെ പക്ഷത്തോ ശത്രുപക്ഷത്തോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, അല്ല, ഞാൻ കർത്താവിന്റെ സൈന്യാധിപനാണ്. ജോഷുവ സാഷ്ടാംഗം പ്രണമിച്ച് അവനോട് ചോദിച്ചു, അങ്ങീ ദാസനോട് കൽപ്പിക്കുന്നത് എന്താണ്? കർത്താവിന്റെ സൈന്യാധിപൻ പറഞ്ഞു, നിന്റെ പാദങ്ങളിൽ നിന്ന് ചെരിപ്പഴിച്ചു മാറ്റുക. നീ നിൽക്കുന്ന ഈ സ്ഥലം വിശുദ്ധമാണ്. ജോഷുവ അങ്ങനെ ചെയ്തു. അധ്യായം 6. ഇസ്രായേൽ ജനത്തെ ഭയന്ന് ജെറീക്കോ പട്ടണം അടച്ച് ഭദ്രമാക്കിയിരുന്നു. ആരും പുറത്തേക്ക് പോവുകയോ അകത്തേക്ക് വരികയോ ചെയ്തില്ല. കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, ഇതാ, ഞാൻ ജെറീക്കോ പട്ടണത്തെ അതിന്റെ രാജാവിനോടും യുദ്ധവീരന്മാരോടും കൂടെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ യോദ്ധാക്കൾ ദിവസത്തിലൊരിക്കൽ പട്ടണത്തിന് ചുറ്റും നടക്കണം. ഇങ്ങനെ 6 ദിവസം ചെയ്യണം. 7 പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള 7 കാഹളവും പിടിച്ച് വാഗ്ദാന പേടകത്തിന്റെ മുമ്പിലൂടെ നടക്കണം. 7-ാം ദിവസം പുരോഹിതന്മാർ കാഹളം മുഴക്കുകയും നിങ്ങൾ പട്ടണത്തിന് ചുറ്റും 7 പ്രാവശ്യം നടക്കുകയും വേണം. അവർ കാഹളം മുഴക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ആർത്തട്ടഹസിക്കണം. അപ്പോൾ പട്ടണത്തിന്റെ മതിൽ നിലം പതിക്കും. നിങ്ങൾ നേരെ ഇരച്ചു കയറുക. നൂനിന്റെ മകനായ ജോഷുവ പുരോഹിതന്മാരെ വിളിച്ചു പറഞ്ഞു, വാഗ്ദാന പേടകം എടുക്കുക.
7 പുരോഹിതന്മാർ കർത്താവിന്റെ പേടകത്തിന്റെ മുൻപിൽ ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് നിൽക്കട്ടെ. അവൻ ജനത്തോട് പറഞ്ഞു, മുന്നോട്ടു പോകുവിൻ, പട്ടണത്തിന് ചുറ്റും നടക്കുവിൻ. ആയുധധാരികൾ കർത്താവിന്റെ പേടകത്തിന് മുൻപിൽ നടക്കട്ടെ. ജോഷുവ കൽപ്പിച്ചതുപോലെ 7 പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള കാഹളം മുഴക്കിക്കൊണ്ട് കർത്താവിന്റെ മുൻപിൽ നടന്നു. കർത്താവിന്റെ വാഗ്ദാന പേടകം അവർക്ക് പിന്നാലെ ഉണ്ടായിരുന്നു. ആയുധധാരികൾ കാഹളം മുഴക്കുന്ന പുരോഹിതരുടെ മുൻപിലും ബാക്കിയുള്ളവർ വാഗ്ദാന പേടകത്തിന്റെ പിന്നിലും നടന്നു. കാഹളധ്വനി സദാ മുഴങ്ങിക്കൊണ്ടിരുന്നു. കൽപ്പന കിട്ടുന്നതുവരെ അട്ടഹസിക്കുകയോ ശബ്ദിക്കുകയോ അരുതെന്നും കൽപ്പിക്കുമ്പോൾ അട്ടഹസിക്കണമെന്നും ജോഷുവ ജനത്തോട് പറഞ്ഞു. അങ്ങനെ കർത്താവിന്റെ പേടകം പട്ടണത്തിന് 1 പ്രാവശ്യം പ്രദക്ഷിണം വെച്ചു. അവർ പാളയത്തിലേക്ക് മടങ്ങി രാത്രി കഴിച്ചു. പിറ്റേ ദിവസം അതിരാവിലെ ജോഷുവ ഉണർന്നു. പുരോഹിതന്മാർ കർത്താവിന്റെ പേടകം എടുത്തു. 7 പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള 7 കാഹളങ്ങൾ സദാ മുഴക്കിക്കൊണ്ട് കർത്താവിന്റെ പേടകത്തിന് മുൻപേ നടന്നു. ആയുധധാരികൾ അവർക്ക് മുമ്പേയും ബാക്കിയുള്ളവർ വാഗ്ദാന പേടകത്തിന്റെ പിമ്പേയും നടന്നു. കാഹളധ്വനി സദാ മുഴങ്ങിക്കൊണ്ടിരുന്നു. 2-ാം ദിവസവും അവർ പട്ടണത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും പാളയത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. 6 ദിവസം ഇങ്ങനെ ചെയ്തു. 7-ാം ദിവസം അതിരാവിലെ ഉണർന്ന് ആദ്യത്തേതുപോലെ 7 പ്രാവശ്യം അവർ പ്രദക്ഷിണം വെച്ചു. അന്ന് മാത്രമേ 7 പ്രാവശ്യം പ്രദക്ഷിണം വെച്ചുള്ളൂ. 7-ാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളം മുഴക്കിയപ്പോൾ ജോഷുവ ജനത്തോട് പറഞ്ഞു, അട്ടഹസിക്കുവിൻ, ഈ പട്ടണം കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. പട്ടണവും അതിലുള്ള സമസ്തവും കർത്താവിന് കാഴ്ചയായി നശിപ്പിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ ദൂതന്മാരെ ഒളിപ്പിച്ചതിനാൽ വേശ്യയായ റാഹാബും അവളുടെ കുടുംബത്തിലുള്ളവരും ജീവനോടെ ഇരിക്കട്ടെ. നശിപ്പിക്കേണ്ട ഈ പട്ടണത്തിൽ നിന്ന് നിങ്ങൾ ഒന്നും എടുക്കരുത്. അങ്ങനെ ചെയ്താൽ ഇസ്രായേൽ പാളയത്തിന് നാശവും അനർത്ഥവും സംഭവിക്കും. എന്നാൽ വെള്ളിയും സ്വർണവും പിച്ചളയും ഇരുമ്പും കൊണ്ട് നിർമ്മിതമായ പാത്രങ്ങൾ കർത്താവിന് വിശുദ്ധമാണ്. അവ കർത്താവിന്റെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കണം. കാഹളം മുഴങ്ങി. കാഹളധ്വനി കേട്ടപ്പോൾ ജനം ആർത്തട്ടഹസിക്കുകയും മതിൽ നിലംപതിക്കുകയും ചെയ്തു. അവർ ഇരച്ചു കയറി പട്ടണം പിടിച്ചെടുത്തു. അതിലുള്ള സമസ്തവും അവർ നിശേഷം നശിപ്പിച്ചു. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും ആടുമാടുകളെയും കഴുതകളെയും അവർ വാളിനിരയാക്കി. ദേശനിരീക്ഷണത്തിന് പോയ ഇരുവരോടും ജോഷുവ പറഞ്ഞു, നിങ്ങൾ ആ വേശ്യയുടെ വീട്ടിൽ ചെന്ന് അവളോട് സത്യം ചെയ്തിരുന്നത് പോലെ അവളെയും കുടുംബാംഗങ്ങളെയും പുറത്തു കൊണ്ടുവരും. ആ യുവാക്കൾ അവിടെ ചെന്ന് റാഹാബിനെയും അവളുടെ മാതാപിതാക്കളെയും സഹോദരരെയും ബന്ധുജനങ്ങളെയും കൊണ്ടുവന്ന് ഇസ്രായേൽ പാളയത്തിന് പുറത്തു താമസിപ്പിച്ചു. പിന്നീട് അവർ ആ പട്ടണവും അതിലുള്ള സമസ്തവും അഗ്നിക്കിരയാക്കി. പിച്ചളയും ഇരുമ്പും കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളും സ്വർണവും വെള്ളിയും അവർ കർത്താവിന്റെ ഭണ്ഡാകാരത്തിൽ നിക്ഷേപിച്ചു. വേശ്യയായ റാഹാബിനെയും അവളുടെ പിതൃഭവനത്തെയും വസ്തുവകകളെയും ജോഷുവ സംരക്ഷിച്ചു. എന്തെന്നാൽ ജെറീക്കോ നിരീക്ഷിക്കുന്നതിന് ജോഷുവ അയച്ച ദൂതന്മാരെ അവൾ ഒളിപ്പിച്ചു. അവളുടെ കുടുംബം ഇസ്രായേലിൽ ഇന്നുമുണ്ട്. ജോഷുവ അന്ന് അവരോട് ശപഥം ചെയ്തു പറഞ്ഞു, ജെറീക്കോ പുതുക്കിപ്പണിയാൻ തുനിയുന്നവൻ ശബ്ദൻ, അതിന്റെ അടിസ്ഥാനമിടാൻ ഒരുമ്പെടുന്നവന് അവന്റെ മൂത്ത മകനും കവാടങ്ങൾ നിർമ്മിക്കാൻ പരിശ്രമിക്കുന്നവന് അവന്റെ ഇളയ മകനും നഷ്ടപ്പെടും. കർത്താവ് ജോഷുവയോട് കൂടി ഉണ്ടായിരുന്നു. അവന്റെ കീർത്തി നാട്ടിലെങ്ങും വ്യാപിച്ചു. അധ്യായം 7. തനിക്ക് ബലിയായി ദഹിപ്പിക്കേണ്ട ജെറീക്കോയിൽ നിന്ന് ഒന്നും എടുക്കരുതെന്ന് കർത്താവ് നൽകിയ കൽപ്പന ഇസ്രായേൽ ജനം ലംഘിച്ചു. യൂദാ ഗോത്രത്തിൽപ്പെട്ട സേരായുടെ മകൻ സബ്ദിയുടെ പൗത്രനും കാർമിയുടെ പുത്രനുമായ ആഖാൻ നിഷിദ്ധ വസ്തുക്കളിൽ ചിലതെടുത്തു. തന്മൂലം കർത്താവിന്റെ കോപം ഇസ്രായേൽ ജനത്തിനെതിരെ ജ്വലിച്ചു. ബഥേലിന് കിഴക്ക് ബേഥാവിന് സമീപത്തുള്ള ആയി പട്ടണത്തിലേക്ക് ജെറീക്കോയിൽ നിന്ന് ജോഷുവ ആളുകളെ അയച്ചു പറഞ്ഞു, നിങ്ങൾ പോയി അവിടം രഹസ്യമായി നിരീക്ഷിക്കുവിൻ. അവർ അങ്ങനെ ചെയ്തു. അവർ തിരികെ വന്ന് ജോഷുവയോട് പറഞ്ഞു, എല്ലാവരും അങ്ങോട്ട് പോകേണ്ടതില്ല. 2000-3000 പേർ പോയി ആയി ആക്രമിക്കട്ടെ. എല്ലാവരും പോയി ബുദ്ധിമുട്ടേണ്ടതില്ല, കാരണം അവർ കുറച്ചു പേർ മാത്രമേ ഉള്ളൂ. അങ്ങനെ അവരിൽ നിന്ന് ഏകദേശം 3000 പേർ പോയി.
എന്നാൽ അവർ ആയി പട്ടണക്കാരുടെ മുൻപിൽ തോറ്റ് ഓടി. ആയി നിവാസികൾ 36ഓളം പേരെ വധിച്ചു. അവർ അവരെ നഗരകവാടം മുതൽ ഷബാറിം വരെ പിന്തുടരുകയും താഴോട്ട് ഇറങ്ങുമ്പോൾ വധിക്കുകയും ചെയ്തു. ജനം ഭയചകിതരായി. ജോഷുവ വസ്ത്രം കീറി. അവനും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരും ശിരസിൽ പൊടിവാരിയിട്ട് സായാഹ്നം വരെ കർത്താവിന്റെ വാഗ്ദാന പേടകത്തിന് മുൻപിൽ സാഷ്ടാംഗം വീണുകിടന്നു. ജോഷുവ പ്രാർത്ഥിച്ചു, ദൈവമായ കർത്താവേ, അമോര്യരുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് നശിപ്പിക്കുന്നതിന് അങ്ങീ ജനത്തെ എന്തിന് ജോർദാൻ ഇക്കരെ കൊണ്ടുവന്നു? അക്കരെ താമസിച്ചാൽ മതിയായിരുന്നു. കർത്താവേ, ഇസ്രായേൽക്കാർ ശത്രുക്കളോട് തോറ്റു പിൻവാങ്ങിയ ഈ അവസരത്തിൽ ഞാൻ എന്തു പറയേണ്ടു? കാനാന്യരും അവിടെയുള്ള മറ്റുള്ളവരും ഇത് കേൾക്കും. അവർ ഞങ്ങളെ വളയുകയും ഞങ്ങളുടെ നാമം ഭൂമുഖത്തു നിന്ന് തുടച്ചു മാറ്റുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ നാമത്തിന്റെ മഹത്വം കാക്കാൻ എന്തു ചെയ്യും? കർത്താവ് ജോഷുവയോട് അരുളിച്ചെയ്തു, എഴുന്നേൽക്കുക, നീ എന്തിന് ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നു? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. എന്റെ കൽപ്പന അവർ ലംഘിച്ചു. നിഷിദ്ധ വസ്തുക്കളിൽ ചിലതവർ കൈവശപ്പെടുത്തി. അവ തങ്ങളുടെ സാമാനങ്ങളോട് കൂടെ വെച്ചിട്ട് വ്യാജം പറയുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ഇസ്രായേൽ ജനത്തിന് ശത്രുക്കളെ ചെറുത്തു നിൽക്കാൻ സാധിക്കുന്നില്ല. അവരുടെ മുൻപിൽ തോറ്റു പിന്മാറുന്നു. എന്തെന്നാൽ അവർ നശിപ്പിക്കപ്പെടാനുള്ള ഒരു വസ്തുവായി തീർന്നിരിക്കുന്നു. നിങ്ങളെടുത്ത നിഷിദ്ധ വസ്തുക്കൾ നശിപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇനി നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല. നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിക്കുക. നാളത്തേക്ക് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ അവരോട് പറയുക. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലേ, നിഷിദ്ധ വസ്തുക്കൾ നിങ്ങളുടെ ഇടയിലുണ്ട്. അതെടുത്തു മാറ്റുന്നതുവരെ നിങ്ങളുടെ ശത്രുക്കളെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. പ്രഭാതത്തിൽ ഗോത്രം ഗോത്രമായി നിങ്ങൾ വരണം. കർത്താവ് ചൂണ്ടിക്കാണിക്കുന്ന ഗോത്രം ഓരോ കുലമായും കുലം കുടുംബക്രമത്തിലും അടുത്തു വരണം. കർത്താവ് വീണ്ടും ചൂണ്ടിക്കാണിക്കുന്ന കുടുംബത്തിൽ നിന്ന് ഓരോരുത്തരായി മുന്നോട്ട് വരണം. നിഷിദ്ധ വസ്തുക്കളോടുകൂടി പിടിക്കപ്പെടുന്നവനെ അവന്റെ സകല വസ്തുക്കളോടും കൂടെ അഗ്നിക്കിരയാക്കണം. എന്തെന്നാൽ അവൻ കർത്താവിന്റെ ഉടമ്പടി ലംഘിച്ച് ഇസ്രായേലിൽ മ്ലേച്ഛത പ്രവർത്തിച്ചിരിക്കുന്നു. ജോഷുവ അതിരാവിലെ എഴുന്നേറ്റ് ഇസ്രായേലിനെ ഗോത്രമുറയ്ക്ക് വരുത്തി. അതിൽ നിന്ന് യൂദാ ഗോത്രത്തെ മാറ്റി നിർത്തി. അവൻ യൂദായുടെ കുലങ്ങളെ വരുത്തി അതിൽ നിന്ന് സേരാ കുലത്തെ മാറ്റി നിർത്തി. പിന്നീട് അവൻ സേരാ കുലത്തിലെ ഓരോ കുടുംബത്തെയും വരുത്തി അതിൽ നിന്ന് സബ്ദി കുടുംബത്തെ വേർതിരിച്ചു. വീണ്ടും സബ്ദി കുടുംബത്തിൽ നിന്ന് ഓരോരുത്തരെയും വരുത്തി. യൂദാ ഗോത്രത്തിലെ സേരായുടെ മകൻ സബ്ദിയുടെ പൗത്രനും കാർമിയുടെ പുത്രനുമായ ആഖാനെ മാറ്റി നിർത്തി. ജോഷുവ ആഖാനോട് പറഞ്ഞു, എന്റെ മകനെ, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തി അവിടുത്തെ സ്തുതിക്കുക. നീ എന്ത് ചെയ്തെന്ന് എന്നോട് പറയുക. എന്നിൽ നിന്ന് ഒന്നും മറച്ചു വെക്കരുത്. ആഖാൻ മറുപടി പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെതിരെ ഞാൻ പാപം ചെയ്തിരിക്കുന്നു. ഞാൻ ചെയ്തത് ഇതാണ്: കൊള്ളവസ്തുക്കളുടെ കൂടെ ഷീനാറിൽ നിന്നുള്ള അതിവിശിഷ്ടമായ ഒരു മേലങ്കിയും 200 ഷെക്കൽ വെള്ളിയും 50 ഷെക്കൽ തൂക്കമുള്ള ഒരു സ്വർണ്ണക്കട്ടിയും ഞാൻ കണ്ടു. മോഹം തോന്നി ഞാൻ അവ എടുത്തു. വെള്ളി ഏറ്റവും അടിയിലായി. അവയെല്ലാം എന്റെ കൂടാരത്തിനുള്ളിൽ കുഴിച്ചിടുകയും ചെയ്തു. ഉടനെ ജോഷുവ ദൂതന്മാരെ അയച്ചു. അവർ കൂടാരത്തിലേക്ക് ഓടി. വെള്ളി ഏറ്റവും അടിയിലായി. അവയെല്ലാം ഒളിച്ചു വെച്ചിരിക്കുന്നത് അവർ കണ്ടു. അവർ കൂടാരത്തിൽ നിന്ന് അവയെടുത്ത് ജോഷുവയുടെയും ഇസ്രായേൽ ജനത്തിന്റെയും മുൻപാകെ കൊണ്ടുവന്നു. അവർ അത് കർത്താവിന്റെ മുൻപിൽ നിരത്തിവെച്ചു. ജോഷുവയും ഇസ്രായേൽ ജനവും സേരായുടെ മകനായ ആഖാനെയും അവന്റെ പുത്രീപുത്രന്മാരെയും വെള്ളി, മേലങ്കി, സ്വർണ്ണക്കട്ടി എന്നിവയും കാള, കഴുത, ആട്, കൂടാരം എന്നിങ്ങനെ അവനുള്ള സമസ്ത വസ്തുക്കളെയും ആഖോർ താഴ്വരയിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ ജോഷുവ പറഞ്ഞു, നീ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മേൽ കഷ്ടതകൾ വരുത്തിവെച്ചത്? നിന്റെ മേലും ഇന്ന് കർത്താവ് കഷ്ടതകൾ വരുത്തും. അപ്പോൾ ഇസ്രായേൽ ജനം അവനെയും കുടുംബത്തെയും കല്ലെറിഞ്ഞു. വസ്തുവകകൾ അഗ്നിക്കിരയാക്കി. അവർ അവന്റെ മേൽ ഒരു വലിയ കൽക്കൂമ്പാരം ഉണ്ടാക്കി. അത് ഇന്നും അവിടെയുണ്ട്. അങ്ങനെ കർത്താവിന്റെ ഉജ്ജ്വല കോപം ശമിച്ചു. ഇന്നും ആ സ്ഥലം ആഖോറിന്റെ താഴ്വര എന്ന് അറിയപ്പെടുന്നു. ഇസ്രായേലിനെ
തന്റെ കരവലയത്തിൽ കാത്തു സംരക്ഷിക്കുന്ന കർത്താവിനെ പാടി സ്തുതിക്കുകയാണ് 125-ാം സങ്കീർത്തകൻ. ആശ്രയം അചഞ്ചലത സമ്മാനിക്കുന്നു. കർത്താവിൽ ആശ്രയിച്ച് നമുക്കും അചഞ്ചലരാകാം. കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായെന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂഴ്ന്നു നിൽക്കുന്നതുപോലെ കർത്താവ് ഇന്നുമെന്നേക്കും തൻ്റെ ജനത്തെ വലയം ചെയ്യുന്നു. നീതിമാന്മാർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ദേശത്ത് ദുഷ്ടരുടെ ചെങ്കോൽ ഉയരുകയില്ല. നീതിമാന്മാർ തിന്മ ചെയ്യാൻ ഉദ്യമിക്കാതിരിക്കേണ്ടതിന് തന്നെ. കർത്താവേ നല്ലവർക്കും ഹൃദയ പരമാർത്ഥതയുള്ളവർക്കും നന്മ ചെയ്യണമേ. എന്നാൽ വക്രതയോടെ മാർഗത്തിലേക്കു തിരിയുന്നവരെ കർത്താവ് ദുഷ്കർമ്മികളോടുകൂടെ പുറന്തള്ളും. ഇസ്രായേലിൻ സമാധാനം നിലനിൽക്കട്ടെ.